ബിഹാർ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയ വെല്ലുവിളികൾക്കിടയിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ രാജ്യത്തെ മതേതര ശക്തികൾ അർപ്പിക്കുന്ന അചഞ്ചലമായ വിശ്വാസമാണ് പ്രതിഫലിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ വാക്കുകളല്ല, മറിച്ച് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രഖ്യാപനമാണ്. ആധുനിക രാഷ്ട്രീയത്തിൽ അധികാരമോഹമില്ലാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ സത്യാഗ്രഹി എന്ന വിശേഷണം ചേരൂ. താങ്കളിലെ സത്യാഗ്രഹിയെ പിന്തുണയ്ക്കുക എന്നത് ഒരു നിരുപാധികമായ തീരുമാനമായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ബിജെപിയുടെയും മറ്റു ഭരണകൂട ശക്തികളുടെയും നിരന്തരമായ വ്യക്തിപരമായ ആക്രമണങ്ങളെയും തിരഞ്ഞെടുപ്പ് തിരിച്ചടികളെയും നേരിടുമ്പോഴും ചരിത്രപരമായ ധാർമ്മികത മുറുകെ പിടിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഫലങ്ങളെ ആശ്രയിക്കാത്ത ആദർശാധിഷ്ഠിതമായ ഒരു പിന്തുണയാണ് ജനാധിപത്യ വിശ്വാസികൾ നൽകുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയങ്ങളെ രാഹുൽ ഗാന്ധിയുടെ മാത്രം പോരായ്മയായി കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഈ സന്ദേശം കൃത്യമായ മറുപടി നൽകുന്നു. ഈ പരാജയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പ് പരാജയങ്ങളോ താങ്കളുടേതല്ല, അത് ഇന്ത്യയുടേതാണ്. വോട്ടട്ടിമറി ആരോപണങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ കാരണം ജനാധിപത്യം തോൽക്കുമ്പോൾ ആ പരാജയത്തിന്റെ ഭാരമേറ്റെടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. എന്നാൽ ഈ ഓരോ പരാജയവും അദ്ദേഹത്തെ കൂടുതൽ ശക്തനായ നേതാവായി മാറ്റുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് തോൽവിയിലൂടെയും താങ്കൾ കൂടുതൽ ശക്തനും തോൽപ്പിക്കാൻ കഴിയാത്തവനും ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര അചഞ്ചലമായ ധാർമ്മികതയുള്ള നേതാവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരം നേടാനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന പ്രവണത ശക്തമാകുമ്പോൾ ഭരണഘടനയ്ക്കും സത്യത്തിനും സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളാനുള്ള രാഹുൽ ഗാന്ധിയുടെ ദൃഢനിശ്ചയം അദ്ദേഹത്തെ ഒരു ധാർമ്മിക ശക്തികേന്ദ്രമായി മാറ്റുന്നു. അധികാര കസേരകളേക്കാൾ വലിയ മൂല്യമാണ് സത്യസന്ധമായ രാഷ്ട്രീയത്തിന് നൽകേണ്ടത് എന്ന സന്ദേശമാണ് ഈ വാക്കുകൾ പങ്കുവയ്ക്കുന്നത്. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണത്തിനായുള്ള ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ മതേതര ശക്തികളുടെ പ്രതീക്ഷ. ഫലങ്ങൾ എന്തുതന്നെയായാലും സത്യത്തിനായി നിലകൊള്ളുന്ന ഈ നേതാവിനൊപ്പം നിലയുറപ്പിക്കാൻ ഓരോ ജനാധിപത്യ വിശ്വാസിയും പ്രതിജ്ഞാബദ്ധരാണ്.